So next we are moving to weinbridge oscillator. RC weinbridge oscillator. RC എന്ന് പറയുമ്പോഴത്തേക്കും RC നെറ്റ്വർക്ക് കംപ്രൈസ് ചെയ്തിട്ടുള്ള വീൻബ്രിഡ്ജ് നിങ്ങൾക്കറിയാവുന്നതാണ്. ബ്രിഡ്ജ് സർക്യൂട്ട്, വീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ബ്രിഡ്ജ് സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ഓസിലേറ്റർ, അതാണ് RC weinbridge oscillator. So RC weinbridge oscillators are audio frequency oscillators. ഈ വീൻബ്രിഡ്ജ് ഓസിലേറ്റേഴ്സും RC ഓസിലേറ്റർ, റെസിസ്റ്റർ കപ്പാസിറ്റർ ഓസിലേറ്റേഴ്സിന് വേറെ ഒരു പേരും കൂടെ ഉണ്ട്, ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. അപ്പോൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, നമ്മളുടെ വീൻബ്രിഡ്ജ് ഓസിലേറ്ററൊക്കെ ലോ ഫ്രീക്വൻസിക്കകത്ത് വരുന്നതാണ്. ഇനി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിനകത്ത് വരുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ്. LC ഓസിലേറ്ററാണ് വരുന്നത്. ആ LC ഓസിലേറ്ററിനകത്ത് വരുന്ന രണ്ട് സർക്യൂട്ടാണ് ഹാർട്ട്ലി കോൾപിറ്റ് ഓസിലേറ്റർ. അത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും നോട്ട്സ് അങ്ങ് തന്നേക്കാം, നിങ്ങൾ അറിഞ്ഞിരിക്കണം പക്ഷേ അതും കേട്ടോ. സോ വീൻബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആർ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് യൂസിങ് എ ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ, RC നെറ്റ്വർക്ക് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത്, ആൻഡ് ഇറ്റ് ഓൾസോ ജനറേറ്റ്സ് എ സൈൻ വേവ്. വാട്ട് ഓൾ ആർ ദെയർ? വീൻബ്രിഡ്ജ് ഓസിലേറ്റേഴ്സിനെ നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് യൂസസ് എ ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ വിത്ത് RC നെറ്റ്വർക്ക് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ആൻഡ് ജനറേറ്റ്സ് എ സിനുസോയ്ഡൽ ഔട്ട്പുട്ട്. ഇതേപോലെ തന്നെയല്ലേ നിങ്ങൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനും കണ്ടത്? പ്രത്യേകത അതിൽ നിന്നും ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ബ്രിഡ്ജുണ്ട്. സർക്യൂട്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്, ബട്ട് ബോത്ത് ആർ low frequency oscillators. Okay, the circuit diagram of weinbridge oscillator is given. It consists of a two-stage RC coupled amplifier. അതിൻ്റെ നമുക്ക് സർക്യൂട്ട് ആദ്യം കാണാം, എന്നിട്ട് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വെയിറ്റ്. So this is the circuit for weinbridge oscillator. BJT യൂസ് ചെയ്തിട്ടുള്ളതും FET യൂസ് ചെയ്തിട്ടുള്ള വീൻബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ടു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ട് RC കപ്പിൾഡ് ആംപ്ലിഫയർ കപ്പിൾ ചെയ്തേക്കുന്നതിനെയാണ് ടു സ്റ്റേജ് എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ മാത്രമുള്ള സർക്യൂട്ടിനെയാണ് നമ്മളുടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നതിനകത്ത് സിംഗിൾ സ്റ്റേജ് ആണ്. ഇതിന് ടു സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അതായത് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിഗ്നൽ സോഴ്സ് ഇല്ല, ബയാസിങ്ങിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ടു സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. സിൻസ് എ CE ആംപ്ലിഫയർ ഇൻട്രൊഡ്യൂസ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പെർ സ്റ്റേജ്. എങ്ങനെയാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുമെന്ന് നമ്മളിപ്പോൾ കണ്ടായിരുന്നു അല്ലേ. So thereby satisfying the Barkhausen criteria for feedback oscillator, the required feedback is provided. The required feedback, ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് എടുത്തേക്കുവാണ്. ദേ കണ്ടോ, ഫീഡ്ബാക്ക് എടുത്തേക്കുന്നത് എങ്ങനെയാണ്? ദേണ്ട ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിനകത്തോട്ട് വന്നിട്ടുണ്ട്. റിക്വയർഡ് ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ ആൻ RC നെറ്റ്വർക്ക് വഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിൻസ് ദ RC നെറ്റ്വർക്ക്സ് ആർ നോട്ട് സപ്പോസ് ടു ഇൻട്രൊഡ്യൂസ് എനി ഫർദർ ഫേസ് ഡിഫറൻസ് വിതിൻ ദ ലൂപ്പ്, a series and parallel combination of RC networks are used. അപ്പം ഈ സീരീസും പാരലലുമായിട്ടുള്ള ബ്രിഡ്ജ് കോമ്പിനേഷൻ യൂസ് ചെയ്തേക്കുന്നത് ഫേസ് ഡിഫറൻസ് തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സീരീസ് RC നെറ്റ്വർക്ക് ഇസ് ക്യാൻസൽഡ് ബൈ ദ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പാരലൽ RC നെറ്റ്വർക്ക്. ഇതിനകത്തെ ഈ സീരീസ് കണക്ഷനും ഈ പാരലൽ കണക്ഷനും ഫേസ് ഷിഫ്റ്റിനെ ക്യാൻസൽ ചെയ്യിച്ച് നിങ്ങളുടെ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഹോപ്പ് ദ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ വർക്കിംഗ് ഇസ് സാറ്റിസ്ഫൈഡ് ഫോർ യു. നിങ്ങൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ കണ്ടുകൊണ്ട് അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഈ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ അനാലിസിസ് എടുക്കുക. അനാലിസിസ് സെയിം ഫീഡ്ബാക്ക് പാത്താണ് ആദ്യം എടുക്കുന്നത്. ഫീഡ്ബാക്ക് പാത്ത് ആദ്യം എടുത്ത് നിങ്ങൾ അതിൻ്റെ അനാലിസിസ് എഴുതണം. ഓക്കെ, അപ്പോൾ അത് അനാലിസിസ് നമുക്ക് കാണാം. ഒരു മിനിറ്റ്. സോ മൂവിങ് ടു ദ ഫീഡ്ബാക്ക് അനാലിസിസ് എടുക്കുവാണ്. നമ്മൾ അനാലിസിസ് എടുക്കുന്നതിനകത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എടുത്തു. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇൻ സീരീസ് RC ആൻഡ് പാരലൽ RC. ഫീഡ്ബാക്കിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന സീരീസ് RCയും പാരലൽ RCയും ആദ്യം എടുത്തു. സോ ഒരു എൻഡിൽ V ഔട്ട്പുട്ടും ദ അതർ ഇവിടെ ഫീഡ്ബാക്ക് വോൾട്ടേജും വരുന്നുണ്ട്.
സോ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വോൾട്ടേജ് അറ്റ് പോയിൻറ്റ് എ വി എഫ് ഇസ് ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു 2R ഡിവൈഡഡ് ബൈ നോക്കിക്കോണം, എഴുതിയേക്കുന്നത് കണ്ടോണം, എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? സോ ടേക്കിംഗ് ദ feedback circuit വി എഫ് ഇസ് ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു Z1 divided by Z1 plus Z2. What is Z1? Z1 is R plus 1 by j omega c. Z2 is R into 1 by j omega c divided by R plus 1 by j omega c. So you will be getting the resultant of Z2. Next we are moving to the calculation of VF. VF in the calculation നമ്മൾ എടുക്കുന്നു. VF in the calculation എടുത്ത് we are getting the value for VF. Getting the value for VFൻ്റെ വാല്യൂ നമുക്ക് വി ഔട്ടിൻ്റെ എക്സ്പ്രഷനിലാണ് കിട്ടുന്നത്. സോ വി ഔട്ട് ബൈ വി എഫ് എന്ന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഇക്വേറ്റിംഗ് ദ ഇമാജിനറി പാർട്ട് വരുന്നുണ്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ജെ ടേംസ് ആണ്. ജെ ടേംസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നു. സോ വി ഔട്ട് ബൈ വി എഫ് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് ഇസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ ബീറ്റയാണ്. ബീറ്റ ഇസ് ഈക്വൽ ടു 3. സോ ബീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ 3. ബീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ 3. എ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു 1. സോ എ ഇസ് ഈക്വൽ ടു 3 എന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. ചെയ്ത് നോക്കുക, സിമ്പിളാണ്. നോക്കിയിട്ട് നമ്മൾ പറയുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സീരീസും പാരലലും കോമ്പിനേഷൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഫീഡ്ബാക്കിലുള്ള ബ്രിഡ്ജ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. സിമിലർലി നമ്മൾ 3 RC നെറ്റ്വർക്ക് വെച്ചിട്ടല്ലേ നമ്മളുടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെയും ചെയ്തത്, അതേപോലെ തന്നെ. ഓക്കെ നമുക്കിപ്പോൾ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എന്ന് പറയുന്നത് 2 സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് കിട്ടി. ഇറ്റ്സ് എ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. നൗ വി ഹാവ്, ഇതാണ് ഗെയിൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 3 ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ 3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ റെസിസ്റ്റർ നെറ്റ്വർക്ക് R3 ആൻഡ് R4 ഇൻ ദ ഫീഡ്ബാക്ക് പാത്തിനകത്തുള്ള R3യെയും R4നെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ VF is equal to V out into R4 divided by R3 plus R4. ഓക്കെ, അതിനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പം യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ഫോർ R3 is equal to 2R4. R3 is equal to 2R4 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. സോ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ അഡ്വാൻറ്റേജസ്, ദാറ്റ് ഇസ് നമ്മളുടെ ലൂപ്പ് ഗെയിൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതും അതിൻ്റെ കണ്ടീഷനും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ലൂപ്പ് ഗെയിൻ എങ്ങനെയാണ് യൂണിറ്റിയെക്കാട്ടിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയതെന്നും ദ ബ്രിഡ്ജ് ഷുഡ് സ്ലൈറ്റ്ലി അൺബാലൻസ് ടു എൻഷുർ ഓസിലേഷൻ, അതായത് നമ്മളുടെ ഓസിലേറ്റർ ബാർഖൗസൻ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കണ്ടീഷൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ വെയിൻബ്രിഡ്ജും RCയും തമ്മിലുള്ള അഡ്വാൻറ്റേജസ് എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. So important advantages of Weinbridge oscillators over RC phase shift oscillator. The amplitude of output voltage can be continuously varied. The frequency of oscillation can be varied by varying the capacitor of feedback network using a 2-stage gang condenser instead of 3-stage gang in RC phase shift oscillators. ഇത് ജസ്റ്റ് പഠിച്ചിരുന്നാൽ മതി. ഗ്യാങ് ഓസിലേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾ ചെയ്ത ഓരോ സർക്യൂട്ട് ഉണ്ടാക്കുന്നതിനാണ്. എ സിമ്പിൾ സോർട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലൈസേഷൻ ഈസ് പോസിബിൾ ജസ്റ്റ് ബൈ യൂസിങ് എ സെൻസിറ്റർ in place of R4 by using a thermistor in place of R3. ഇത് തെർമിസ്റ്ററും സെൻസിറ്ററും ഒക്കെ ഓരോ ഡിവൈസസ് ആണ് കേട്ടോ. യൂസ് ഓഫ് സെൻസിറ്റർ ഫോർ ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലൈസേഷൻ ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഈ 3 പോയിൻ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ കഴിഞ്ഞു. നമ്മളപ്പോൾ ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആയിട്ട് നമ്മൾ 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? RC phase shift oscillator as well as Weinbridge oscillator. ഓക്കെ, നോട്ട്സ് എഴുതിയിട്ട് എല്ലാവരും അതൊക്കെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ.